സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2-ൻ്റെ അതിലെ 16ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ ജസ്റ്റ് അത് പോയി ചെക്ക് ചെയ്ത് നോക്കുക. സോ ഗൈസ്, ഞാൻ നിങ്ങളെ പറഞ്ഞൊന്നും മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. തുറക്കുന്നവരെ കാണിക്കുന്നത് വലിയൊരു സ്പിരിച്വൽ ഹെവി പവർ അവരുടെ ദേഹത്ത് അടിക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചിഗോയ്ക്ക് ബാക്കിയുള്ളവർക്കും അവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. എന്നാൽ പോലും നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ എങ്ങനെയൊക്കെയോ അനങ്ങിയിട്ട് അതിൻ്റെ അകത്തിലേക്ക് കയറിപ്പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഒരു ഇലൂഷൻ ഫീലിംഗ് പോലെ തോന്നുകയാണ്. എന്തോ ഒരു മോൺസ്റ്റർ നമ്മുടെ ഇച്ചിഗോനെ പിടിക്കാൻ വരുന്നത് പോലെയാണ് ആ സ്പിരിച്വൽ പ്രഷർ കാരണം നമ്മുടെ ഇച്ചിഗോയ്ക്ക് തോന്നുന്നത്. സോ ആ മോൺസ്റ്ററിനെ നമ്മുടെ ഇച്ചിഗോ കാണുകയാണ്. അത് വേറെ ആരിലും അല്ല, നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കിയാണ്. ക്യാപ്റ്റൻ സെറാക്കിനെ കണ്ടുടനെ തന്നെ നമ്മുടെ ഇച്ചിഗോ ഒന്ന് ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വളരെയധികം വേഗത്തിൽ നമ്മുടെ ഇച്ചിഗോന്റെ പുറകിൽ വന്ന് നിൽക്കുകയാണ്. സോ നമ്മുടെ ഇച്ചിഗോ ക്യാപ്റ്റൻ സെറാക്കിനെ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. ഇതാണോ ഇക്കാക്കു പറഞ്ഞ ക്യാപ്റ്റൻ സെറാക്കി എന്ന് നമ്മുടെ ഇച്ചിഗോ മനസ്സിൽ ചിന്തിച്ച് നോക്കുകയാണ്. ആണോ ഗ്യാങ്ങിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആള്? എന്നാൽ ഉറപ്പായിട്ടും ക്യാപ്റ്റൻ സെറാക്കി അഥവാ എൻ്റെ ക്യാപ്റ്റൻ നിന്നെ തേടി വരും, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ഇച്ചിഗോ മനസ്സിൽ വിചാരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇച്ചിഗോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം വളരെയധികം എന്ന് വെച്ചാൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് തന്നെ മുന്നിൽ നിൽക്കുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഗാച്ചു അവിടേക്ക് എത്തുകയാണ്. അവനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി റെഡി ആകുകയാണ് നമ്മുടെ ഗാച്ചു. എന്നാൽ നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ പോയി റൂക്കിയെ രക്ഷിക്കാൻ. അത് കേട്ടിട്ട് തന്നെ നമ്മുടെ ഗാച്ചു ആണെങ്കിൽ ഹനാത്രോനെ പൊക്കിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തന്നെ കാണിക്കുന്നത് ക്യാപ്റ്റൻ സെറാക്കിയുടെ നടക്കുന്ന ആ കൊച്ചു കുട്ടിയായിട്ടുള്ള സോൾ റിപ്പർ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. സോ ഇവളെ കണ്ടിട്ട് തന്നെ ആരാടാ ഇവള്, ഏതാടാ ഈ കൊച്ചുകുട്ടി നമ്മുടെ ഇച്ചിഗോ മനസ്സിൽ വിചാരിക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ ഫുൾ പവർ എടുത്തിട്ട് സമ്പത്ത് യൂസ് ചെയ്തിട്ട് നമ്മുടെ സെറാക്കിനെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ സെറാക്കി ആണെങ്കിൽ ഇച്ചിഗോനെ ആക്രമിക്കാൻ വേണ്ടി റെഡി ആകുകയാണ്. എന്നിട്ട് നമ്മുടെ സെറാക്കി ഇച്ചിഗോനോട് പറയുകയാണ്, നിന്നെ ഞാൻ ഒന്നും ചെയ്യത്തില്ല, നിനക്ക് ഇവിടെ ഒരു മുറിവുണ്ടാക്കി കാണിക്കാൻ പറ്റുമെന്ന് നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കി ഇച്ചിഗോനോട് ചോദിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ സമ്പത്ത് യൂസ് ചെയ്ത് ഫുൾ പവർ എടുത്തിട്ട് ക്യാപ്റ്റൻ സെറാക്കിയുടെ അടുത്ത് എന്നിട്ട് ഒരു വീശുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ സെറാക്കിയുടെ അടുത്തേക്ക് അത്രയും പവറിൽ ആ സമ്പത്ത് യൂസ് ചെയ്ത് അടിച്ചിട്ടും ഒരു ചെറിയ മുറിവ് പോലും പറ്റുന്നില്ല. പകരം നമ്മുടെ ഇച്ചിഗോന്റെ കൈ മുറിയുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ ഇച്ചിഗോയ്ക്ക് മനസ്സിലാകുന്നില്ല. തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവിടെ നിന്ന് പുറകിലേക്ക് നീങ്ങുകയാണ്. അയ്യേ, ഇത്രയേ ഉള്ളൂ, നിന്നിൽ നിന്ന് ഞാൻ ഒരുപാടധികം പ്രതീക്ഷിച്ചായിരുന്നു എന്ന് നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കി വളരെയധികം പുച്ഛത്തോട് ഇച്ചിഗോനോട് പറയുന്നു. ഇനി എൻ്റെ അവസരമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ സെറാക്കി തൻ്റെ സമ്പത്തും എടുത്ത് ആകാശത്തേക്ക് നീക്കുന്നു. എന്നിട്ട് അയാളുടെ പവർ റിലീസ് ആക്കുന്നു. നമ്മുടെ ഇച്ചിഗോയ്ക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ക്യാപ്റ്റൻ സെറാക്കിയുടെ കൂടെ തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാകുന്നു. ക്യാപ്റ്റൻ സെറാക്കി ആണെങ്കിൽ തൻ്റെ സമ്പത്തുമായിട്ട് റെഡിയായി നിൽക്കുന്നു. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. സോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കോടാന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗാച്ചുവിനെ ഹനാത്രോനെയും കാണിക്കുന്നത്. ഒരു ആ സ്പിരിച്വൽ പവർ കാരണം താഴെ നിലത്തടിച്ച് തറയിൽ കിടക്കുകയാണ്. തന്നെ നമ്മുടെ ഗാച്ചു ഹനാത്രോനോട് പറയുകയാണ്, നമുക്ക് ഇവിടെ ഒട്ടും സമയമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നത്ര രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റൂക്കിയെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. സോ ഇത് കേട്ട് നമ്മുടെ ഹനാത്രോ നമ്മുടെ ഗാച്ചുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട് വളരെയധികം പേടിച്ച് നമ്മുടെ ഹനാത്രോ പറയുകയാണ്, നിനക്ക് ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒന്നും മനസ്സിലാകുന്നില്ലേ? ഇപ്പോൾ ഇച്ചിഗോ ഫൈറ്റ് ചെയ്യുന്നത് വളരെയധികം വലിയൊരു മോൺസ്റ്ററിൻ്റെ കൂടാണ്, ക്യാപ്റ്റൻ സെറാക്കി. അങ്ങേര് ഒരു ഇമോർട്ടലും കൂടാണ്, അങ്ങേരുടെ കൂടാണ് ഇപ്പോൾ ഇച്ചിഗോ ഫൈറ്റ് ചെയ്യുന്നത്. എനിക്ക് ഉറപ്പാണ് ഇച്ചിഗോയ്ക്ക് ഒരിക്കലും അങ്ങേരുടെ കൂടെ വിജയിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് പവർഫുൾ ആണ് അങ്ങേര്. നമ്മുടെ ഗാച്ചു പറയുകയാണ്, ഇച്ചിഗോ ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് ചെയ്യുന്നത് റൂക്കിയെ രക്ഷിക്കണമെന്നുള്ള ഒറ്റ എയിം കാരണമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് റൂക്കിയെ രക്ഷിച്ചേ പറ്റൂ. പിന്നീട് കാണിക്കുന്നത് 5th സ്ക്വാഡിന്റെ സ്റ്റേഷനിലാണ്. സോ ആ സ്റ്റേഷൻ്റെ അകത്തിലാണെങ്കിൽ നമ്മുടെ മോമോനെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ മോമോനെ മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെ മനസ്സിലുണ്ട്. ക്യാപ്റ്റൻ ഐസൻ മഴിക്കുന്ന ആ സംഭവം, ക്യാപ്റ്റൻ ഐസൻ മഴിച്ചു കിടക്കുന്നത്, അത് മോമോന് മറക്കാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് തന്നെ അങ്ങോട്ട് റാങ്കിക്ക് വരികയാണ്. അവളെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ മോമോ പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് എന്നെ തന്നെ അവിടെ വെച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. കുഴപ്പമില്ല. ക്യാപ്റ്റന്റെ മരണത്തിനെ കുറിച്ച് വെളിയിൽ നടക്കുന്ന എന്താണ് കാര്യങ്ങളെന്നൊക്കെ നമ്മുടെ മോമോ അവളോട് ചോദിക്കുന്നു. സോ ഇത് കേട്ട് അവൾ പറയുകയാണ്, ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. സോ ഇത് കേട്ട് ദേഷ്യം വന്ന് നമ്മുടെ മോമോ അവളോട് പറയുകയാണ്, എന്തിനാണ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ? എനിക്കറിയാം എൻ്റെ ക്യാപ്റ്റനെ ആരാണ് കൊന്നത് എന്ന്. നിർത്ത്, എന്താണെന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാതെ നീ ചുമ്മാ ചാടിക്കേറിയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ഒരു കൊച്ചു കുട്ടിയൊന്നും അല്ല. നീ അന്നേരം ക്യാപ്റ്റൻ ഇച്ചിമാറുകൊണ്ട് എടുത്ത് ചെയ്തത് ഒരു വലിയ തെറ്റാണ്. നീ നിന്റെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്ക്, നിന്റെ ബാഡ്ജ് വരെ പോകും. ഇപ്പോൾ തന്നെ നിന്റെ ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ സ്ക്വാഡ് 4-ലെ ക്യാപ്റ്റൻ തന്നെ നഷ്ടപ്പെട്ടു. ഇനി നീയും കൂടെ ആ സ്ക്വാഡിൽ നിന്ന് നഷ്ടപ്പെടരുത്. ഇത്
ക്യാപ്റ്റൻ ഐസന്റെ റൂമിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കത്ത് പോലത്തെ ഒരു സാധനം നമ്മുടെ മോമോയ്ക്ക് കൊടുക്കുകയാണ്. സോ വളരെയധികം വിഷമത്തോടെ തന്നെ നമ്മുടെ മോമോ ആണെങ്കിൽ കത്ത് മേടിക്കുന്നു. ക്യാപ്റ്റൻ ഐസൺ എനിക്ക് വേണ്ടി എഴുതിയ കത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കത്ത് വായിച്ച് നോക്കുകയാണ് നമ്മുടെ മോമോയ്ക്ക് മനസ്സിലാക്കുകയാണ് ആ രാത്രി ഐസൺ എഴുതിക്കൊണ്ടിരുന്നത് മോമോയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന ആ കത്തായിരുന്നു എന്നുള്ള ഒരു കാര്യം. പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഒരു ക്ഷമ കത്ത് പോലത്തെ ഒരു കത്തായിരുന്നു. അതിൽ വേറൊരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാൽ എനിക്കിനി ഈ ലോകത്ത് ജീവിക്കണമെന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു സൂയിസൈഡ് കത്താണ് നമ്മുടെ ഐസൺ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2 അതിലെ 16ാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 36 അവസാനിക്കുന്നു. സോ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ ബൈ.